ചേട്ടാ കാലൊന്ന് മാറ്റി. കാലൊന്ന് മാറ്റാൻ കയ്യുമേലേക്ക് തലയൊന്ന് മാറ്റാൻ പറഞ്ഞല്ലോ. പെട്ടിയെടുക്കട്ടെ ചേട്ടാ. ചേട്ടാ കാലം ഒന്നിറങ്ങി വാ. ഇറങ്ങാണ്. ഞാനും ഇറങ്ങാണ്. ₹1 അല്ലേ എന്റെ ബാക്കി. ചേട്ടാ ഒരു കാര്യം ചെയ്യും. ₹5 പിടി. ₹1 കൂട്ടിക്ക് മാറ്റി കൊടുത്തേക്ക്. ഹലോ ഹലോ, എന്റെ പൈസ ₹1. അയ്യേ അയ്യേ സോറി. ചേഞ്ച് ഇല്ലല്ലോ. നമുക്ക് ആ കടയിൽ നിന്ന് മേടിക്കാം. ചേട്ടാ ₹5 ചേഞ്ച് ഉണ്ടാവോ? ഉണ്ടാവില്ല. എന്തെങ്കിലും വാങ്ങിയ ചില്ലറ കിട്ടും. എനിക്കൊന്നും വാങ്ങാനില്ല. എത്ര നേരം വെച്ചിട്ട് ഞാനിങ്ങനെ പിന്നാലെ നടക്കുക. ഇങ്ങോട്ട് തരൂ, ഞാൻ വാങ്ങിത്തരാൻ ചില്ലറ. ദാ ഒരു സിഗരറ്റ്. സിഗരറ്റോ? സിഗരറ്റേ ഏതായാലും മതി. സിഗരറ്റ് ഞാൻ വലിക്കില്ല. അതൊന്നും എനിക്കറിയില്ല. എന്റെ ₹1 ഞാൻ എടുത്തിട്ടുണ്ട്. അതെ, ഇത് വച്ചിട്ട് ഇതിന്റെ പൈസ തിരിച്ചു തരുമോ? 5-10 പൈസ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. ദിവസം എത്രയാണോ തന്നിട്ട്? മഹത്തായ കലാസൃഷ്ടികൾ ദിവസങ്ങളല്ല, ചിലപ്പോ മാസങ്ങളും വർഷങ്ങളും എടുത്തത്. എനിക്ക് മഹത്തായ കലാസൃഷ്ടി ഒന്നും വേണ്ട. ആ ഷർട്ട് ഒന്ന് തുന്നി തീർത്താൽ മതി. ഇതങ്ങനെ വെറുതെ തുന്നി തീർക്കാൻ പറ്റോ? ഇതിന് ബട്ടൺസ് പിടിപ്പിക്കണം, തേക്കണം, പിന്നെ കടയുടെ പേര് തുന്നി പിടിപ്പിക്കണം. അതൊന്നും വേണ്ട. അതൊന്നും വേണ്ടാന്നോ? എവിടെയെങ്കിലും ചെന്ന് വല്ല പെടുമരണത്തിൽ പെട്ടാൽ ആളെ തിരിച്ചറിയാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. കോളറിന് പിന്നിലുള്ള ഞങ്ങളുടെ കടയുടെ പേര്. അത് വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുക. താനെന്ത് കുന്തമെങ്കിലും പിടിപ്പിക്കുക. അതൊന്ന് തുന്നി തീർക്ക്. തീർത്തു തരാം. അവിടെ ഇരി, സമാധാനായിട്ടിരി. രാമൻകുട്ടി, ഒരു അത്യാവശ്യ കാര്യമുണ്ടല്ലോ. തിരുമേനിയോ? കാണാൻ കിട്ടണല്ലോ ഇപ്പൊ. ഇവിടേക്ക് തന്നെ ഉണ്ട്. ഇതെന്റെ കൂട്ടുകാരൻ ഗോപി. കോയമ്പത്തൂർ റിപ്പയറിംഗ് ഷോപ്പ് നടത്തായിരുന്നു വാച്ചിന്റെ. ഇപ്പൊ അത് നിർത്തി ഇവിടെ ഒന്ന് തുടങ്ങിയാലൊന്ന് ആലോചിക്കാം. ഒരു മുറി ശരിപ്പെടുത്തണം. മുറി എന്ന് പറയുമ്പോ വലുത് തന്നെ വേണമെന്നുണ്ടോ? വേണ്ട, ഇതുപോലെ ഒന്ന് മതി. ഇതിന്റെ അപ്പുറത്തും ഒരു ദാമോദരന്റെ ലേറ്റ് ആൻഡ് സൗണ്ട് ആയിരുന്നു. അവൻ പൂട്ടി ദുബായി പോയി. ആരും ബേക്കറിക്കാരൊന്നും നോക്കണ്ടായിരുന്നു. ഞാൻ ശങ്കരൻ നായരോട് സംസാരിച്ചു നോക്കാം. ശരി. ഈ നേരം മുഴുവനും 30 ആർത്തിപ്പണ്ടാരാ പകുതി കൊടുക്കേണ്ടി വരും. കുറച്ചെന്തെങ്കിലും നോക്കാം. അവിടെയാണ് പ്രശ്നം. എന്നാലും ശ്രമിക്കാം. ശങ്കരൻ നായർ അങ്ങനെ അമ്പല കമ്മിറ്റി ഓഫീസിലേക്ക് പോണുണ്ടോ? ഒരു കാര്യം ചെയ്യാം, താമസിക്കണ്ട, ഇപ്പൊ തന്നെ പോയേക്കാം. വാ. എടോ, എന്റെ ഷർട്ട്. ഒരു ഷർട്ട്, അതിനേക്കാൾ വലിയ കാര്യത്തിൽ ഞങ്ങൾ പോണ്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒരു 5 മിനിറ്റ് വിടീരി, ഞാൻ ഇപ്പൊ വരാം. കട ഒന്ന് നോക്കിയേക്കണം. പിന്നെ നമ്മുടെ കല്യാണി വരും. ഏത് കല്യാണി? ഏത് കല്യാണിന്നോ? മേലെ പറഞ്ഞ കല്യാണി. കല്യാണി വന്നൊരു പൊതി ചോദിക്കും. പൊതി ഇവിടെ ഇരിപ്പുണ്ട്, എടുത്ത് കൊടുത്തേക്കണം. ഇത് തീർത്തിട്ട് പോയാൽ മതി. ചേടാ, തീർന്നല്ലോ. ഷർട്ട്, സൂചി, നൂല്, ബട്ടൺസ്. ഈ ബട്ടൺസ് ചേട്ടൻ തന്നെ തുന്നി പിടിപ്പിച്ച് ഇട്ട് സമ്മേളനത്തിന് എവിടെ വേണമെങ്കിലും പോയിക്കോ. കാശ് ഞാൻ പാർട്ടി ഓഫീസിൽ നോക്കിക്കോളാം. എടോ, ഇതുകൂടി തീർത്തിട്ട് പോയാൽ മതി. ഒരു ബട്ടൺസ് തുന്നാൻ അറിഞ്ഞുകൂടാത്ത രാഷ്ട്രീയ നേതാവോ? ഇവരൊക്കെ എങ്ങനെ നാട് ഭരിക്കുന്നു എനിക്കറിയാൻ വയ്യ. പിന്നെ ഇതും കൂടി ആ കൊളറെ പിടിപ്പിച്ചേക്ക്. കുനിശ്ശേരി ടൈലേഴ്സ്. തിരിച്ചറിയണ്ടേ? വാ. ഇതൊന്ന് ശരിയാക്കി തരണം. ഹലോ. ഉദ്ഘാടനം കഴിഞ്ഞ് നല്ല ഐശ്വര്യമായിട്ട് കിട്ടണ വാച്ച്. അത് നല്ല ഐശ്വര്യമുള്ള കൈയുണ്ട്. 1942 മോഡൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളത്. മുത്തച്ഛൻ്റെ ആണോ? ഇനി ഇതുപോലത്തെ ലോകത്തില് 10-15 കാണൂ. സൂക്ഷിച്ചു വെക്കണം. മ്യൂസിയം പീസാ. ലണ്ടനിൽ ഓപ്ഷൻ വെച്ചാ ഒരു 2 ലക്ഷം പൗണ്ടേലും കിട്ടും. ചരിത്രം പഠിപ്പിക്കണ്ട, അത് നന്നാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞാ മതി. നന്നാക്കാൻ പറ്റുമെന്ന് ജയാ, ഇതാണ് നമ്മുടെ നാട്ടുകാരുടെ കുഴപ്പം. ഒറ്റത്ത മുല്ലയ്ക്ക് മണമില്ല. സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ നന്നാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഫേവർ ലുബ സ്പെഷ്യലിസ്റ്റാ ഗോപേട്ടൻ. അതൊന്നും ഇപ്പൊ ഇവിടെ പറയണ്ട. എന്ത് ചാർജ് ആവും? എന്ത് ചാർജ് ചെയ്യാൻ ചെയ്യാ? അതിപ്പോ ഞാനങ്ങനെ സാധാരണ ചാർജ് ഒന്നും പറയാറില്ല. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാലോ. അത് വർക്ക് കണ്ടിട്ട് കുട്ടിയെ തീരുമാനിച്ചു മതി. ബസ് വന്നു. നല്ല കുട്ടിയല്ലേ ജയ? ഒന്ന് വേഗം ആവട്ടെ രാമൻകുട്ടി. മുഹൂർത്തം കഴിയണേ മുമ്പെങ്കിൽ എത്ര കല്യാണത്തിന്? 4 ദിവസം മുമ്പ് തരാമെന്ന് പറഞ്ഞല്ലേ നീ? അതിന് 4 ദിവസം മുമ്പ് വരണമായിരുന്നു. വരുമ്പോ നീ വേണ്ടേ? കിടന്ന് ചൂടാവില്ലേ നാരായണി? ഒരു പാലിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ടേ? എന്ത് പാലം? എന്ത് പാലം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? രാമൻകുട്ടി, പാറത്താഴൽ കോയന്നുട്ടിയാര് മരിച്ചു പുലർച്ചെ. ഈശ്വരാ, ഇതിലും വരുന്നെന്തോ വരാനിരുന്നതാ. ഇങ്ങനെ തീർന്നത് നന്നായി. ഇനി പോവാതിരിക്കാനും പറ്റില്ലല്ലോ.
വരുന്നു ഞാൻ. ഒരു 5 മിനിറ്റ് സാവധാനം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്റെ ബ്ലൗസ്. ആ, ഈ ബ്ലൗസ് രണ്ടും പോവാലോ നാരായണി. ഗോവിന്ദ് നായർ പോയ പോക്കേ. എടാ തുന്നി തീർത്തിട്ട് പോടോ. അത്രക്ക് അത്യാവശ്യം. അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഗോപിയേ, ഗോപി, ഗോപി ഒന്ന് വാ. ഞാനിവിടെ അത്യാവശ്യം അതിനേക്കാൾ അത്യാവശ്യം വാ. ജയ അതൊന്ന് അഴിച്ചു വെച്ചേക്കേ. മോനെ നയിച്ചു വെച്ചേക്കേ. ഇത് നാരായണി ചേച്ചി, എനിക്ക് വേണ്ടപ്പെട്ട ചേച്ചിമാരിൽ ഒരാളാ. ആ. ഇന്ന് കല്യാണമാണ്. ആണോ? അയ്യോ ചേച്ചിയുടെ അല്ല, വേറെ ആരുടെയോ. ഓ, ഈ ബ്ലൗസ് ഇട്ടിട്ട് തന്നെ വേണം ചേച്ചി കല്യാണത്തിന് പോവാൻ. അതിന് ബുക്കില്ല. അയ്യോ. ആ വന്നേ, വാ, അവിടെ ഇരുന്നേ, പറഞ്ഞുതരാം. ഇതിന്റെ കൈയൊന്ന് മടക്കി അടിച്ചിട്ട് 4 ഉക്ക് പിടിപ്പിച്ചു കൊടുത്തേ. അയ്യോ, എനിക്ക് തുന്നാനൊന്നും അറിയില്ല. എനിക്ക് ഈ പണി അറിഞ്ഞിട്ടാണോ ഞാൻ ചെയ്യണേ? ഇങ്ങനെയൊക്കെ പണി പഠിക്കണത്. ആ ഗോവിന്ദനായർ മരിച്ചറിഞ്ഞില്ലേ? ഏത് ഗോവിന്ദായി? ഏത് ഗോവിന്ദനായരാ? പാറത്താഴല്ല. ആ അത് തന്നെ. വാ, വാ, വാ. അവിടെ തുന്നടോ. ഇരിക്കൂ. ഒന്ന് വേഗം തുന്നെ. ഇതില് എവിടെയാ ഹുക്ക് പിടിപ്പിക്കേണ്ടത്? ഇതെന്തത്? അതാ മോളെ എനിക്ക് മനസ്സിലാവാത്തത്. ചില്ലറ പൈസ പറഞ്ഞുണ്ടല്ലോ. അത് ചില്ലറ പൈസ 5 പൈസ. അത് തന്നെ ചില്ലറ പൈസ എന്ന് പറഞ്ഞ. ഹലോ അഞ്ചേച്ചി. ഭാരതീച്ചി. അഞ്ചേച്ചി, നിങ്ങളെ ചിരിയച്ച വിളിക്കണേ ചില്ലറ പൈസ. അല്ല, ആരേത്? അഞ്ജലിയോ? ലണ്ടനിലെ പഴയ സാധനങ്ങളൊക്കെ വിൽക്കണ കടയുണ്ടോ ഭാരതീച്ചി? ലണ്ടനിലോ? ആ, ലണ്ടനിലെ ഈ പഴയ സാധനങ്ങളൊക്കെ വലിയ വിലക്ക് വിൽക്കണ സ്ഥലം. അതിനെന്തിനാ അങ്ങോട്ടൊക്കെ പോണ്? ഇവിടെ പാലക്കാട്ടുണ്ടല്ലോ. ഇതൊന്നുമല്ല, ഓപ്ഷൻ വെച്ചാ 2 ലക്ഷം പൗണ്ടൊക്കെ കിട്ടും. ഓപ്ഷൻ വയ്ക്കേ? ആ, ഒരു വാച്ചേ. ഇത് നന്നാക്കാൻ ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഒരാളേ ഉള്ളൂ. ആ ആള് നന്നാക്കിയതുകൊണ്ടാവും ഇപ്പൊ ഇതിന്റെ മിനിറ്റ് സൂചി കാണാനില്ല. എവിടെ? ഗോപി, ഞാൻ പോട്ടെ ഭാരതീച്ചി. ടാറ്റാ. ഹായ്. കണ്ട പാവ. ഹായ് കൊരങ്ങൻ. ഇതൊക്കെ ചിന്തുമോക്കുള്ളതാ കേട്ടോ. ആ, ഇതൊക്കെ എന്താ ചേച്ചാ? അതൊക്കെ ചെറിയച്ഛന്റെ സാധനങ്ങളാ. മോളൊന്നും തുടരുത്. മുസ്തഫ മുസ്തഫ നുവാം വഴി മുസ്തഫ. ഇതെന്താ ചേച്ചാ? അത് ബൈനാക്കുൾ. മോളെ അങ്ങ് തന്നെ. മോള് കുറേ കളിപ്പിച്ചു. ഹായ് ഇരട്ട റോജൈ. അയ്യേ ഐസി. ചുവപ്പ് റോജൈ. അമ്മേ, ഇതാ ബസ്സിൽ കണ്ട പെണ്ണല്ലേ? ചില്ലറ പൈസ. നീ കുളിക്കാൻ പോയപ്പോ ഉണ്ടോ? ഇവിടെ അടുത്താ. ആ, ആരുടെ വീട് നടത്തിയമേ അത്? അവിടെ വയസ്സായ ഒരു സ്ത്രീയെ കണ്ടു. എവിടെയോ കണ്ട നല്ല ചായ. ഇത്ര ദൂരത്തുനിന്ന് നീ എങ്ങനെയാ ചായ കണ്ടേ? അത് ഞാൻ ഈ വാച്ചിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ യന്ത്രങ്ങൾ കണ്ടിട്ടില്ലായിരിക്കമ്മ. അതിലേക്ക് നോക്കി നോക്കി ഇപ്പൊ എന്റെ കണ്ണ് നല്ല ഷാർപ്പായിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഷാർപ്പാവണ്ട. വയസ്സായ സ്ത്രീ മാത്രമല്ല, അവിടെ 3 പെൺകുട്ടികളും ഉണ്ട്. ഓ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ, അത് ശ്രദ്ധിക്കണ്ട. അപ്പൊ കുളിക്കല്ലേ? ഓ,
ഹലോ, ഞാൻ എന്താ ഇവിടെയാ. എന്റെ ഏട്ടനാ സുകുമാരൻ. തുണിക്കടയിലൊക്കെ ആയിരിക്കുമല്ലേ? അയൽക്കാരാവുമ്പോ ആരാ എന്താന്നൊക്കെ അറിഞ്ഞിരിക്കണം, നല്ലതല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുമ്മാറുണ്ടല്ലേ? ഇന്നലെ സന്ധ്യക്കും കണ്ടു. അഞ്ജലി എന്നല്ല പേര്, നല്ല പേര്. ഞാൻ കോയമ്പത്തൂര് കൂട്ടുകാരന്റെ ഒപ്പം റിപ്പയർ കട നടത്തി നഷ്ടം വന്ന് പൂട്ടി. ഏട്ടന്റെ കുറെ കാശും കളഞ്ഞു. ഗോപി. അതെന്റെ പേരാ. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇവിടൊക്കെ തന്നെ കാണും. ഏട്ടനും എടുത്ത് ഇങ്ങോട്ട് താമസം മാറ്റിയ പിന്നെ ഇതുവരെ വരികയുണ്ടായില്ല. ഇത്രയല്ലേ ഉള്ളൂ. ഒക്കെ ഭാരതീയച്ചി പറഞ്ഞു. ഞാൻ പോവുക, എന്റെ ബസ് പോവും. അതെ, ചില്ലറ മാറണമെങ്കിൽ വിളിച്ചാ മതി. ഞാനിപ്പോ സിഗരറ്റ് വലി തുടങ്ങി. ആരാ? ഞാൻ സുകുമാരന്റെ അനിയൻ. ആ, ഇങ്ങോട്ട് വരിക. ഓ, കണ്ടിട്ടില്ല നിന്നെ. ഉണ്ടാവില്ല. എപ്പോഴാ എത്തിയത്? ഇന്നലെ വൈകുന്നേരം. വരാ. ഭരതമാഷ്ട അമ്മയല്ലേ? പരിചയം ഉണ്ടായിരുന്നോ ഭരതനെ? ഇല്ല, പരിചയപ്പെടണമെന്ന് മോഹം ഉണ്ടായിരുന്നു. മാഷ് ടൂണിട്ട പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇളയതാ അത്. ഇവിടത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതും കൂടി കഷ്ടപ്പെടണം. വിധിയില്ലാത്ത കുട്ടിയോള് മരിച്ചിട്ടിപ്പോ ഒരു കൊല്ലാവണു. കുറച്ചു ദിവസം ഉണ്ടാവോ സുകുമാരന്റെ അനിയൻ നാട്ടില്? ഇനി പോണില്ല. ജോലി പോയോ? കടയായിരുന്നു. ഇനിയിപ്പോ ഇവിടെ തന്നെ എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ട്. ഹലോ, ഞാൻ ഗോപി. ഓ, ഞാൻ ഗോപി, സുകുമാരന്റെ അനിയൻ. മുത്തശ്ശി എന്നെ വിളിച്ചു, ഞാൻ കൂടെ പോന്നു. അത് ഞാനല്ല, ഇച്ചേച്ചിയാ. സോറി. ഞാൻ ഗോപി. ആ കുട്ടി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞത് തന്നെ ചേച്ചി പറഞ്ഞത്. ഓഹോ, അതിങ്ങനെയും പറയാല്ലേ? അതങ്ങനെ തന്നെയാ പറയണ്ടേ. ഇങ്ങോട്ട് കേറുക. സുമാന്റെ അനിയൻ ഇത്തിരി ചായ എടുക്കാരുതേ. അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങാണ്. സുമാന്റെ അനിയൻ അങ്ങാടിക്ക് പോണുണ്ടോ? എനിക്ക് ഇത്തിരി പോകല ഓ, വേണ്ടിയിരുന്നു. ഈ മുത്തശ്ശിക്ക് എന്താ? അഞ്ചു വരുമ്പോ സാരമില്ല, ഞാൻ വാങ്ങിക്കൊണ്ടിരാം. വേണ്ട, അഞ്ചു കൊണ്ടുവരും. അവള് മറക്കും. ഇല്ലേ, മറക്കില്ല. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നാ സുമാന്റെ അനിയൻ പൊക്കോളൂ. സമയം കിട്ടുമ്പോ ഇടയ്ക്ക് വരൂ. ഓ, എന്നാ ശരി. ഞാൻ അങ്ങോട്ട് പറഞ്ഞാ മതി. ഹലോ. ഹലോ, ഫേവർ ലൂബ. പിന്നെ ആ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. തിരക്ക്, കടയിൽ എപ്പോഴും തിരക്കാണേ. സൗത്ത് ഇന്ത്യയിൽ മുഴുക്ക ആളുകൾ വരുന്നുണ്ടാവൂലോ, അപ്പൊ തിരക്കുണ്ടാവും. നടക്കാത്ത വാച്ചെന്തിനാ കൈ കെട്ടണേ? അതഴിച്ചു തന്നിട്ട് ദാ ഇത് കെട്ടിക്കോളൂ. സമയം അറിയില്ലല്ലേ പ്രധാനം. ഇതിലിപ്പോ സമയം കൃത്യ 5:45. അപ്പൊ എന്റെ സൂചി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയോ? കൊറേ പിന്നോട്ട് നടന്നപ്പോ അതിന് തോന്നി കാണും എന്നാ ഇനി കുറച്ച് മുന്നോട്ട് നടക്കാന്ന്. എന്നാലും ഇനിയും കേടാവൂലോ. അപ്പൊ കേട്ടോ, അയൽക്കാരന്റെ ഗിഫ്റ്റ് ആയിട്ട് കൂട്ടിക്കോളൂ. സമയം ഇതിലും കൃത്യ. നിർബന്ധം വെച്ചാ തന്നോളൂ. മുത്തശ്ശി കിട്ടിക്കോളും. ടൈം പീസ് പൂച്ച തട്ടിയിട്ട് ഉടച്ചതുകൊണ്ട് സമയം അറിയാൻ പറ്റില്ലാന്ന് മുത്തശ്ശി ഇന്നലെ കൂടി പറഞ്ഞു കേട്ടു. വലിയ ഉപകാരം കേട്ടോ. ഇത് ഗിഫ്റ്റ് തന്നെയല്ലേ, കൊടുക്കാൻ ബില്ലേക്കരുത്. ഇന്നലെ കൈ ഒരുപാട് പൊള്ളിയല്ലേ? കൈ പൊള്ളേ? ആ, സന്ധ്യക്ക് കാർത്തികളൊക്കെ വെച്ചപ്പോ. എങ്ങനെയാ കണ്ടത്? അപ്പൊ ആ പരിസരത്തൊന്നും കണ്ടില്ലല്ലോ. മനക്കണ്ണുകൊണ്ട് ദിവ്യദൃഷ്ടി ഉണ്ട് എനിക്ക്. അന്ന് തുമ്മിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഇനി കാലാകാലങ്ങളിൽ ഇതുപോലെ ഓരോ പ്രവചനങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന്, നാളെ പൗർണമി. നോസ്റ്റഡാമസ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അയ്യർ ദി ഗ്രേറ്റ് കണ്ടിട്ടുണ്ടോ? അതിലെ മമ്മൂട്ടിയെ പോലെ എന്റെ പ്രവചനങ്ങളും ഇനി സംഭവിക്കാൻ പോവുകയാണ്. നാളെ രാത്രി താൻ ഉറങ്ങിക്കിടക്കുമ്പോ സമയം ഏതാണ്ട് 12:01 മുമ്പുള്ളപ്പോൾ വിദൂരതയിൽ നിന്നൊരു പാട്ടൊഴുകിയെത്തുന്നു. താൻ അറിയാതെ ഉറക്കമുണർന്നു പോകുന്നു. പാട്ടിന് ചെവി ഓർക്കുന്നു. എവിടെ നിന്നാവും ആ പാട്ടെന്നറിയാൻ അപ്പുറത്ത് കിടക്കുന്ന ചേച്ചിയെ ഉണർത്താതെ താൻ മെല്ലെ എഴുന്നേറ്റ് ജനലിനരികിലേക്ക് വരുന്നു. അപ്പോൾ വിദൂരതയിൽ ഉറങ്ങാതെ കണ്ണിൽ എണ്ണയൊഴിച്ച് ഒരു പാവം നക്ഷത്രം. ആ നക്ഷത്രം തന്നെ തന്നെ നോക്കി പറയും, ഐ ലവ് യു. കാള വാല് പോക്കണ കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കട് എന്താണെന്ന്. ബാക്കി ഞാൻ ഭാരതീയച്ചോട് പറഞ്ഞോളാം. ഗിഫ്റ്റ് എന്ന വാച്ചും അവിടെ ഏൽപ്പിക്കാം. കാളകള് വാല് പൊക്കണ കാരണം ഒരു കാര്യവും പറയാൻ പറ്റണല്ലോ ഈശ്വര. നമ്മുടെ നാട്ടുകാർക്ക് ചിരട്ടാന്ന് പറഞ്ഞ പുച്ഛമല്ലേ? സായിപ്പന്മാര് തന്നെ വരണം ഇതൊക്കെ വാങ്ങാൻ. സീസൺ അല്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞിനെ കാണാനുമില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് തന്നെ ബാക്കിയാ. വില കുറയ്ക്കാൻ വേണ്ടി പ്രഭാരേട്ടൻ അങ്ങനെയൊക്കെ പറയും. സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്കെന്താ കുഞ്ഞ്? ഈ കുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കണതല്ലേ. മൊത്തം ഒരു 500 ഇടാ അല്ലേ? അയ്യോ,
അതുപോലെ പ്രഭാരേട്ടാ, ഒരു 750 തരണം. അത് ഇത്തിരി കൂടുതലാ. കൂടിയ ഒരു 550 അതിനേ ഉള്ളൂ. എന്നാ 600? 550 കൂടുതലേ കുട്ടി. എന്നാ ഒരു 575 25 റുപ്യക്ക് 2 കിലോ പഞ്ചസാര കിട്ടും പ്രഭാരേട്ടാ. ഭരതമാഷക്ക് ഇങ്ങനെ ഒരു കുട്ടിയോ? എന്തൊരു കണക്ക് പറച്ചിലത്. എന്തിനാ അതൊക്കെ വാങ്ങിയത് എന്റെ കുട്ടിയോളെ? അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ എന്റെ കയ്യില്. ഇത് മുത്തശ്ശിയുടെ പിറന്നാളിന്റെ വകയെന്ന് കൂട്ടിക്കോളൂ. അന്നൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. എന്റെ ശമ്പളം വീട്ടു ചെലവിന് തന്നെ തികയണില്ല. അതിന്റെ കൂടെ ഇത് എന്റെ വകയൊന്നുമല്ല, ഇച്ചേച്ചിയുടെ വകയാ. ആട്ടക്കാരുടെ മക്കളാരില്ലേടിയുടെ? കുഞ്ഞപ്പൻ ഇന്നലെ തേങ്ങയിടാൻ വന്നപ്പോ പറ്റില്ലാന്ന് പറഞ്ഞു തള്ള അല്ലേ? പറഞ്ഞു. ഈ തൊടിയിൽ വന്ന തേങ്ങ ഇടേണ്ട കാര്യം എന്താ അവന്? ഞാൻ പറഞ്ഞിട്ടാവൻ വന്ന്. നീ ഇങ്ങനെ തുടങ്ങിയ കുറെ പ്രയാസമുണ്ട് രഘു. ആകെ 10 20 തേങ്ങയാ കിട്ടണത്. അതുമന്ന് ഇവിടെയും കാര്യങ്ങളില്ലേ? സമ്പാദിക്കണ്ടല്ലോ മക്കള്. സമ്പാദിക്കണ്ടെങ്കിലേ അത് നല്ലോണം കഷ്ടപ്പെട്ടിട്ടാ. ആരും കൊണ്ടത്തരണമൊന്നുമില്ലല്ലോ. ആങ്ങളെന്ന് പറഞ്ഞ് നടക്കണ ഒരാള്. ഒരു 100 റുപ്യക്കാളെ ഇവിടെ കാശൊന്നുമില്ല. ഉണ്ടെങ്കിലും തരാൻ പോണില്ല. കേസ് കൊടുത്തിരിക്കില്ല അമ്മയും മോനും ഞങ്ങളെ ഇവിടെ ഇറക്കി വിടാൻ. കള്ളു കുടിക്കാൻ കാശ് തരില്ല എന്ന് പറഞ്ഞ് കൊടുക്കൊരു കേസും കൂടി. എനിക്ക് എന്റെ അമ്മയ്ക്ക് ആവശ്യപ്പെട്ടാണ് ഈ വീട് ഇറക്കി വിടും. എല്ലാറ്റിനും ഒരു ദിവസം ഞാൻ. സുപ്രസിദ്ധ സംഗീത സംവിധായകൻ, നാടകകൃത്ത്, നടൻ, ബഹുമുഖ പ്രതിഭ, ആട്ടക്കാരെ പോലെ വലിഞ്ഞേറി വന്നല്ല എന്റെ അമ്മ. നാട്ടുകാരുടെ ഈ തള്ളയുടെ മുന്നിൽ വെച്ച് താലി കെട്ടിക്കൊണ്ടുവന്നതാ. ആ അസത്ത് അച്ഛനെ വൈക്കിയെടുത്തപ്പോ ഈ തള്ളയിന് കൂട്ടുന്നു. നിന്റെ അമ്മയുടെ സ്വഭാവ ഗുണം കൊണ്ടാ ഭരതൻ ഉപേക്ഷിച്ച് പോന്നത്. പഴയ കഥയൊന്നും പറയണ്ട നീ. പറയുന്നല്ലേ? എനിക്ക് പറയാനുള്ളതൊക്കെ പറയും. കാശ് കൊണ്ടെടുക്ക്, എനിക്ക് പോണം. ഇവിടെ കാശില്ലാന്ന് പറഞ്ഞില്ലേ? അയ്യോ, കാശ് എവിടെ വെച്ചിരിക്കേ? ഇവിടെ ഇല്ല. അയ്യോ എന്റെ കുട്ടി. ചേച്ചിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ മെഡലാണ്. കഷ്ടായിപ്പോയി, മഹാകഷ്ടായിപ്പോയി. കണ്ടില്ലേ കുട്ടികളുടെ മുഖം പൊട്ടിയിരിക്കണേ? തോന്നിയാസ ചക്കൻ കാണിച്ചേ. പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇങ്ങനെ അതിക്രമം കാണിക്കേ. ഹോ ദുഷ്ടൻ, കാക്കോടകൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇത്ര എന്നെ കൊണ്ട് പറ്റൂ. അച്ചുവേട്ടൻ അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? മയക്കെടുത്ത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി പ്രതിഷേധയോഗം നടത്തണോ? അച്യുതന്റെ അടുത്തല്ലാണ്ട് അവരാരുടെ അടുത്താ പോയി പറയാ? ഓ ഉണ്ടല്ലോ അയൽക്കാര്. വേണമെങ്കിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടാം, അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. കള്ളുകൂടി അടിപിടിയായിട്ട് നടക്കുന്നവരെന്ത് പോലീസ്? വെറുതെ വാശി കൂട്ടാന്നല്ലാണ്ട്. എന്നാ പിന്നെ മിണ്ടാണ്ട് ഇറങ്ങി കൊടുക്കുക. ഉപദ്രവം ഉണ്ടാവില്ലോ. എന്നിട്ടൊരു വീട് വാടകയ്ക്ക് എടുക്കുക. ഉദ്യോഗസ്ഥ ഉണ്ടല്ലോ, ഉദ്യോഗസ്ഥ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കൊടുക്കണില്ല. മുത്തശ്ശിക്കും കൂടി അവകാശപ്പെട്ടതാ വീട്. മുത്തശ്ശിക്ക് അവകാശമുണ്ട്. പക്ഷേ നിയമപരമായിട്ട് ഇപ്പോഴും അവന്റെ അമ്മ തന്നെയാ നിങ്ങളുടെ അച്ഛന്റെ ഭാര്യ. കോടതിയുടെ മുമ്പിൽ നിങ്ങളെ വെപ്പാട്ടിയുടെ മക്കളാ. ഇങ്ങനെ കണ്ണ് ചോരയില്ലാണ്ട വർത്തമാനം പറയരുത് അച്യുതാ. ഒന്നുമില്ലെങ്കിൽ നീ അവരുടെ അമ്മാമിയല്ലേ? അമ്മാമ അങ്ങനെ ഒരു വിചാരമുണ്ടോ വിറ്റോളക്ക്? അഹങ്കാരല്ലേ അഹങ്കാരം. അങ്ങനല്ലേ വരൂ. അച്ഛന്റെ മക്കളല്ലേ. പുച്ഛായിരുന്നു പുച്ഛം. ഞാൻ പിശുക്കനാണ്, അരസികനാണ്, വലിയ കലാകാരനല്ലേ. മദ്രാശിയിൽ ഡാൻസ് പഠിക്കാൻ പോയ പെണ്ണിനെ വശീകരിച്ചെടുത്തതാ സംഗീതം പാട്ടെന്നൊക്കെ പറഞ്ഞ്. ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ പെങ്ങളായിട്ട്. അറിയോ സുകുമാരന്? അതൊക്കെ പഴയ കഥകളല്ലേ, അവര് മരിച്ചും പോയി. പഴയ കഥയ്ക്ക് പുതിയ പതിപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. കണ്ടില്ലേ ഒരുത്തി കോളേജിൽ നിന്ന് ഒരുത്തന്റെ കൂടെ പ്രേമിച്ച് ഓടിപ്പോയി. അമ്മയുടെ പാരമ്പര്യം. അതിന്റെ പേരിൽ നാണക്കേടിന്റെ പങ്ക് അച്ചുവന്നായിരുന്നു. മതി വിസ്തരിച്ചത്. നാണക്കേടൊക്കെ ഞങ്ങൾ സഹിച്ചോളാം.
ആരും സഹായം ചോദിച്ചാൽ നിങ്ങൾ വരണില്ല. ആ പേരിൽ കാശ് ചെലവാന്ന് പേടിക്കണ്ട അച്ഛൻ നായര്. വരണ്ട വരണ്ടെന്ന് 1000 പ്രാവശ്യം പറഞ്ഞല്ലേ മുത്തശ്ശിയോട്. ഇപ്പൊ തൃപ്തിയായില്ലേ? ഇറങ്ങിട്ടോ അങ്ങോട്ട്. രാംദാസ് വക്കീൽ പറഞ്ഞു അച്ചുവേട്ടൻ അതുവരെ ഒന്ന് ചെന്നാൽ അവന്റെ വക്കീലിനെ കണ്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു നോക്കാന്ന്. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ കൂടി വന്നത്. എല്ലാം ഒത്തുതീർപ്പാക്കാം. എല്ലാം കഴിഞ്ഞ് അയാളൊരാളെ ഇങ്ങോട്ട് വിടും. വീടും പറമ്പും വിറ്റ് വക്കീൽ ഫീസ് ഇയാൾ കൊടുക്കുവോ? രാമദാസ് വക്കീൽ തന്നെ വേണല്ലോ. കോയമ്പത്തൂർ പോയിരിക്കായിരുന്നു ഇന്നലെ ഞാൻ. വന്നപ്പോ അടുത്തമ്മ പറഞ്ഞിട്ട് അറിഞ്ഞത്. മുറിവ് അധികം ഉണ്ടോ? സാരില്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടോ ഉപദ്രവം? ഇടയ്ക്കിടയ്ക്ക്. അച്ഛൻ മരിച്ചേ പിന്നെയാ. ഞങ്ങളവിടെ ഇറങ്ങണ വരെ ഉണ്ടാവും. വക്കീൽ എന്താ പറഞ്ഞത്? കേസ് കഴിയാനിടത്തോളം നീട്ടിക്കൊണ്ട് പോവാം. പക്ഷെ അതുകൊണ്ടും കാര്യം ഉണ്ടാവില്ല. അവകാശമില്ലല്ലോ ഞങ്ങൾക്ക്. ഞങ്ങള് സെപ്പാട്ടിയുടെ മക്കളല്ലേ. എനിക്ക് എങ്ങനെയാ തന്നെ സഹായിക്കാൻ പറ്റാ? സഹായിക്കാൻ ഉത്തരവാദപ്പെട്ടവരെന്നെ ചെയ്യണില്ല. ഉത്തരവാദിത്തപ്പെട്ടവരില്ലെങ്കിൽ വേണ്ട. ഞങ്ങളൊക്കില്ലേ? ഞാനുണ്ട്, ഏട്ടനുണ്ട്, ഏടത്തേമ്മയുണ്ട്, ഒരാശ്വാസത്തിന് ചിന്തമോളും കൂടി ഉണ്ട്. ഏയ് കരയാ? പെൺകുട്ടികളെ കരയണ കാണാൻ ഒരു ഭംഗിയില്ല. ഗിഫ്റ്റ് എന്ന വാച്ച് ഏടത്തേമ്മയുടെ അടുത്ത് എത്തിയിട്ടില്ല കേട്ടോ.